ലേഡീസ് എന്നാൽ കാണാതായ പെൺകുട്ടി എന്ന് അർത്ഥം. സമൂഹം നിർവചിച്ചു തന്ന കടമകൾക്കിടയിൽ സ്വന്തം ഐഡന്റിറ്റി നഷ്ടപ്പെട്ട പെണ്ണുങ്ങളുടെ കഥയാണ് ഇത്. നൂറ്റാണ്ടുകളായി ഈ രാജ്യത്തെ പെൺകുട്ടികൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരുന്നു. ഈ വഞ്ചനയുടെ മറ്റൊരു പേരാണ് കുടുംബത്തിൽ പിറന്ന അടക്കവും ഒതുക്കവുമുള്ള പെൺകുട്ടി. അത്തരത്തിൽ വഞ്ചിക്കപ്പെട്ട പെൺകുട്ടിയാണ് ഫുൽ. ഭർത്താവില്ലാതെ സ്വന്തം ഭവനത്തിലേക്ക് തിരികെ പോകുന്നത് അപമാനമാണെന്ന് വിശ്വസിക്കുന്ന, വീട്ടുജോലികൾ ചെയ്യാനും നാമം ജപിക്കാനും പഠിച്ച് നല്ല വീട്ടമ്മയാവാനും ചെറുപ്പം മുതലേ ട്രെയിൻ ചെയ്യപ്പെട്ടതിൽ അഭിമാനം കൊള്ളുന്ന ഫുൽ. വീട്ടുജോലികൾ ചെയ്യുന്നതൊഴിച്ച് വീടിന് പുറത്തേക്ക് ഒന്നും അറിയേണ്ടതില്ലാത്ത, അല്ലെങ്കിൽ അറിയുന്നതിൽ നിന്നും വിലക്കപ്പെട്ട അനേകം പെൺകുട്ടികളിൽ ഒരുവൾ. സ്വന്തം വീട്ടിലേക്കുള്ള വഴി അറിയില്ലെങ്കിലും ഭർത്താവിന്റെ പേര് ഉച്ചരിക്കില്ലെങ്കിലും താൻ വലിയ മൂല്യബോധത്തിലും സംസ്കാരത്തിലുമാണ് വളർന്നതെന്ന് വിശ്വസിച്ചവൾ. മറ്റൊരു നായിക കഥാപാത്രമായ പെൺകുട്ടി ജയ ഫൂലിൽ നിന്നും വ്യത്യസ്തയാണ്. പഠിച്ച് എന്തെങ്കിലുമൊക്കെ ആയി തീരാൻ ആഗ്രഹിക്കുന്നവൾ. എന്നാൽ വിവാഹമാണ് ഒരു പെൺകുട്ടിയുടെ അന്തിമമായ ലക്ഷ്യസ്ഥാനം എന്ന് വിചാരിച്ച അമ്മ ഉള്ള സ്ഥലം വിറ്റ് സ്ത്രീധനം കൊടുത്ത് അവളെ വിവാഹം കഴിപ്പിച്ച് വിടുകയാണ്. അതും രണ്ടാം വിവാഹം കഴിക്കുന്ന ഒരു ക്രിമിനലിന്. ഫൂൽ ചെല്ലേണ്ടിയിരുന്ന വീട്ടിലേക്കാണ് ആളുമാറി ജയ എത്തപ്പെടുന്നത്. സ്ത്രീകൾ സ്വന്തം ഭർത്താവിന്റെ പേര് ഉച്ചരിക്കുന്നത് പോലും തെറ്റാണെന്ന് വിചാരിക്കുന്ന കുടുംബത്തിൽ കൃഷിയിൽ നിർദ്ദേശങ്ങൾ നൽകുന്നതുൾപ്പെടെയുള്ള ജയയുടെ ഇടപെടൽ ഒരുപാട് മാറ്റം വരുത്തുന്നുണ്ട്. ഇവരിൽ രണ്ടുപേരിൽ നിന്നും വ്യത്യസ്തയാണ് റെയിൽവേ സ്റ്റേഷനിൽ ചായക്കട നടത്തുന്ന മഞ്ജുമായി. സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ തല്ലാനും അധികാരമുണ്ടെന്ന് പറയുന്ന, കള്ളു കുടിച്ച് തന്നെ ഉപദ്രവിക്കുന്ന ഭർത്താവിനെ ഉപേക്ഷിച്ച് ജീവിക്കുന്ന സ്വതന്ത്രയായ സ്ത്രീ. ഒന്ന് തല്ലാനോ ചീത്ത വിളിക്കാനോ ഉള്ള സ്വാതന്ത്ര്യമില്ലെങ്കിൽ അവിടെ എനിക്ക് സ്നേഹം കാണാനാകില്ല എന്ന് പറഞ്ഞ സന്ദീപ് വാങ്ക റെഡ്ഡിയെ കൂടി നമുക്കിവിടെ സ്മരിക്കാം. മഞ്ജുമായിലൂടെയാണ് ചിത്രത്തിൽ ഏറ്റവും ശക്തമായ രാഷ്ട്രീയം സംസാരിക്കുന്നത്. ഒറ്റയ്ക്ക് ജീവിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നത് പ്രയാസമാണെന്നും, എന്നാൽ അത് കണ്ടെത്തിയാൽ പിന്നെ ആരെയും പേടിക്കേണ്ടതില്ലെന്നും തന്റെ നരച്ച സോഫയിലിരുന്ന് മഞ്ജുമായി പറയുമ്പോൾ സമൂഹം നിർവചിച്ച കെട്ടുപാടുകളിൽ നിന്നും സ്വതന്ത്രയായ സ്ത്രീയെ കാണാം. നോർത്ത് ഇന്ത്യയിലെ ഒരു കുഗ്രാമത്തിൽ നടക്കുന്ന കഥയ്ക്ക് ഇത്രയും സ്വീകാര്യത ലഭിക്കാൻ കാരണം അത് സംസാരിക്കുന്ന സാർവലൗകിക വിഷയം തന്നെയാണ്. വിവാഹത്തിനായി സ്വപ്നങ്ങൾ ഉപേക്ഷിക്കാൻ നിർബന്ധിതയാകുന്ന ജയയും, ചിത്രം വരയ്ക്കാനുള്ള കഴിവ് മെത്തക്കടിയിൽ ഒളിപ്പിച്ചു വെക്കേണ്ടി വരുന്ന പൂനവും, ഭർത്താവിന്റെയും മക്കളുടെയും ഇഷ്ടം നോക്കി തനിക്ക് പ്രിയപ്പെട്ട രുചികൾ മറന്നുപോയ ദീപകിന്റെ അമ്മയും ഇന്നും നമ്മുടെ വീട്ടിലും അയൽപ്പക്കത്തുമൊക്കെയുണ്ട്. ചിത്രത്തിൽ അഭിനയിച്ച അഭിനേതാക്കളുടെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ്. വിരലിൽ എണ്ണാവുന്ന സിനിമകളിൽ ചെറിയ വേഷങ്ങൾ മാത്രം ചെയ്തിട്ടുള്ള ഇവർ തുടക്കക്കാരുടെ യാതൊരു പതർച്ചകളും ഇല്ലാതെയാണ് തങ്ങളുടെ കഥാപാത്രങ്ങൾ ചെയ്തു ഫലിപ്പിച്ചത്. ഫൂൽകുമാരിയെ അവതരിപ്പിച്ച നിതാൻഷി ഗോയലിന് 16 വയസ്സ് മാത്രമാണ് പ്രായം. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ആ പെൺകുട്ടിയുടെ മികവറിയാൻ ഫൂൽകുമാരിയായുള്ള പ്രകടനം മാത്രം വിലയിരുത്തിയാൽ മതിയാകും. സ്പർശിന്റെ പ്രകടനം തന്നെ ഞെട്ടിച്ചുവെന്നാണ് സാക്ഷാൽ ആമിർ ഖാൻ തന്നെ പറഞ്ഞത്. ജയയെ അവതരിപ്പിച്ച പ്രതിഭാരത്നയ്ക്കും ആരാധകരേറെയാണ്. സഞ്ജയ് ലീല ബൻസാലി സംവിധാനം ചെയ്ത ഹീരാമണ്ഡി എന്ന സീരീസിലെ പ്രതിഭയുടെ പ്രകടനവും ചർച്ചയായിരുന്നു. നെപ്പോട്ടിസം കൊടികുത്തി വാഴുന്ന ബോളിവുഡിൽ പുറത്തുനിന്നുള്ള പ്രതിഭകൾക്ക് അവസരം കൊടുത്താൽ മികച്ച ഫലമാകും ലഭിക്കുക എന്നുകൂടി തെളിയിക്കുകയാണ് ലാപത ലേഡീസ്, 12th ഫെയിൽ മുതലായ ചിത്രങ്ങൾ. ഏതായാലും ഒന്നുറപ്പാണ്, നല്ല സിനിമകൾ ആരും കാണാതെ മറഞ്ഞു പോകുന്ന പഴയ കാലമല്ല ഇത്. നല്ല ഉള്ളടക്കമുള്ള സിനിമകൾ തിയേറ്ററുകൾക്കും ഭാഷകളുടെയും രാജ്യത്തിന്റെയും അതിരുകൾക്കപ്പുറവും തിരിച്ചറിയപ്പെടും. സിനിമ നല്ലതെങ്കിൽ എത്ര ദൂരെയും കൈയടക്കി